Guys, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സൈബർ ഫിനാൻസ് എന്ന ട്രിഗമായി ഇമ്പോർട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ബോട്ട് പരിചയപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ ഇതൊരു ടെലിഗ്രാം ഇതാണ് വാലറ്റാണ്. അത് പറഞ്ഞു വെച്ചാൽ ടെലിഗ്രാമിൻ്റെ ബോട്ടിനുള്ള ഒരു വാലറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ വാലറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ഓരോ ടോക്കൺസ് റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഇവരുടെ മെയിൻ ഗോൾ വെച്ചാൽ ഈ ടെലിഗ്രാമിൻ്റെ ഉള്ളിൽ ഈ ബോട്ടിൽ തന്നെ ഇവരൊരു വാലറ്റ് ഉണ്ടാക്കുന്നതാണ്. കാരണം വെച്ചാൽ നമ്മുടെ ടോൺ ഇത്തരം അങ്ങനത്തെ ടോക്കൺസ് എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. പക്ഷേ അതിൻ്റെ ഓപ്ഷൻ വന്നില്ല, ഇനി ഫ്യൂച്ചറിൽ വരും. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടും ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കും കിട്ടുന്ന ഈ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിന് നല്ലൊരു വാല്യൂ ഉണ്ടാവും. അതാണ് ഞാൻ ഈ ബോട്ടിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ടാസ്കുകളും ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് എങ്ങനെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറയാം. ഒന്നാമത് വെച്ചാൽ നിങ്ങൾ ഡെയിലി 8 മണിക്കൂർ കൂടുമ്പോൾ കയറി കഴിഞ്ഞു വെച്ചാൽ 8 മണിക്കൂർ 4 മണിക്കൂർ കൂടുമ്പോൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ഓപ്ഷൻ വരും ഇങ്ങനെ പോയിന്റ്സ്. അപ്പോൾ ഡെയിലി ഇങ്ങനെ കയറുക ക്ലെയിം ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് സെഷനിലാണ്. ഫ്രണ്ട്സ് സെഷനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഓരോ ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്തതോറും നിങ്ങൾക്ക് ഈ സൈബർ ഫിനാൻസ് എന്നൊരു പോയിന്റ് കിട്ടും. ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും, പിന്നെ നിങ്ങളൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അവർ 10% അവർ ഡെയിലി കയറിയിട്ട് ക്ലെയിം ചെയ്യുന്നതിൻ്റെ 10% നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏൺ സെഷനിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഓരോരോ ആഡ്സ് ഉണ്ട്. ഇവിടെ സൈബർ ഫിനാൻസ് മീഡിയ ഡെയിലി ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് ഡെയിലി നിങ്ങൾക്ക് ആഡ്സ് കാണാൻ പറ്റും. 20 ആഡ്സാണ് മാക്സിമം കാണാൻ പറ്റും. ഓരോ ആഡ്സിനും 5000 പോയിന്റ്സ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ടാസ്കുകൾ ഇങ്ങനെ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക, ട്വിറ്റർ ഫോളോ ചെയ്യുക, അങ്ങനത്തെ ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ബോസ് സെഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഹാമർ ഇൻക്രീസ് യുവർ ഡേറ്റും പിന്നെ ടൈമർ ഇൻക്രീസ് ടൈമും അത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ടൈം കൂട്ടാൻ പറ്റും. ഇവിടെ നമ്മൾ ഹോം സെഷനിൽ പോയതിനു ശേഷം ഇവിടെ കോഴിമുട്ട പറഞ്ഞ ഈ സാധനത്തിൽ പൊട്ടിക്കാൻ പറ്റും. അതായത് 4 മണിക്കൂർ 5 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ട് പൊട്ടിക്കാൻ പറ്റും. അതെങ്ങനെ വെച്ചാൽ ഇവിടെ ബൂസ്റ്റിൽ പോയിട്ട് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ലെവലിൽ അപ്ഗ്രേഡിങ് ചെയ്തവരും ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കയറുകയാണെങ്കിൽ 1 മണിക്കൂറായിരിക്കും. അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് 2 മണിക്കൂറാക്കാം, 3 മണിക്കൂറാക്കാം, 4 മണിക്കൂറാക്കാം. എൻ്റെ ഇപ്പോൾ 12 മണിക്കൂർ ഞാൻ ആക്കി വെച്ചേക്കാണ്. അതാണ് ടൈമറിൽ. അത് നിങ്ങൾ ഈ നിങ്ങൾ ഡെയിലി ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഏൺ ചെയ്യുന്ന പോയിന്റ് വൈസ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാമറിൻ്റെ സെഷൻ പറഞ്ഞു വെച്ചാൽ ഓരോ മണിക്കൂറും കിട്ടുന്ന ഈ പോയിന്റ്സിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും. അത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറിൽ 10 പോയിന്റ്സ് ആണ്, ഒരു എക്സാമ്പിളാണ് 10 പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് അപ്ഗ്രേഡ് ചെയ്തതെന്ന് വെച്ചാൽ അത് 20 ആവും 30 ആവും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുക, മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാലിഡ് സെഷനൊക്കെ എനേബിൾ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഏതെങ്കിലും എക്സ്ചേഞ്ച് സെല് ചെയ്യാനും റിസീവ് ചെയ്യാനും എല്ലാത്തിനും പറ്റും. ആ സമയം വരുമ്പോൾ ഇതിന് നല്ലൊരു വാല്യൂ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ബ്ലൂം പോലെ തന്നെയാണ്. ബ്ലം യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മുടെ ബ്ലം പറഞ്ഞ വാലിഡ് ആക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതേപോലത്തെ സെയിം ഒരു ടോപ്പിക്കിനാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ പറ്റുന്ന പോലെ മൈൻഡ് ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.